രാത്രിയിൽ കാട്ടിൽ വഴിതെറ്റി അലഞ്ഞ ആദിവാസി വയോധികയ്ക്ക് സാമൂഹ്യ പ്രവർത്തകർ രക്ഷകരായി. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടാർ ഉന്നതിയിലെ 70-കാരി അമ്മിണിയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം ഏൽക്കാതെ രക്ഷപ്പെട്ടത്. സാമൂഹ്യപ്രവർത്തകരായ ജോബിൾ വടാശ്ശേരി, സുധീർ വെള്ളിക്കുളങ്ങര എന്നിവർ രാത്രി 8 മണിയോടെ നായാട്ടുകുണ്ടിൽ നിന്ന് ബൈക്കിൽ വെള്ളിക്കുളങ്ങരയിലേക്ക് വരുമ്പോൾ കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ സ്ഥിരം സാന്നിധ്യമുള്ള നായാട്ടുകുണ്ട് ട്രാംവേ ഭാഗത്ത് തനിച്ചു നിൽക്കുന്ന വയോധികയെ കാണുകയായിരുന്നു. ബൈക്ക് നിർത്തി അന്വേഷിച്ചപ്പോൾ താൻ വഴിതെറ്റി വന്നതാണെന്ന് വയോധിക പറഞ്ഞു. വന്യജീവികൾ ഇറങ്ങുന്ന പ്രദേശത്ത് വയോധിക തനിച്ചു നിൽക്കുന്നത് ആപത്തിനിടയാക്കുമെന്ന് മനസ്സിലാക്കിയ സുധീർ ഉടൻ ആദിവാസി ക്ഷേമ പ്രവർത്തകനും മുൻ പഞ്ചായത്ത് അംഗവുമായ ജോയ് കാവുങ്ങലിനെ വിവരമറിയിച്ചു. അതുവഴി വന്ന മുജീബ് എന്നയാളെ വയോധികയുടെ സമീപം നിർത്തി സുധീറും ജോബിളും വെള്ളിക്കുളങ്ങരയിലെത്തി ജോയ് കാവുങ്ങലിനെ ഒപ്പം കൂട്ടി ഓട്ടോറിക്ഷയിൽ വയോധികയ്ക്ക് സമീപമെത്തി. തുടർന്ന് ഇവരെ ഓട്ടോയിൽ കയറ്റി രാത്രി 9ഓടെ ശാസ്താപൂവം ഉന്നതിയിൽ സുരക്ഷിതമായി എത്തിച്ചു. ശാസ്താപൂവം ഉന്നതിക്ക് കുറച്ചകലെയുള്ള പടിഞ്ഞാക്കര പാറ ഭാഗത്ത് വനവിഭമായ മഞ്ഞക്കൂവ പറിക്കാൻ പോയ അമ്മിണി കൂട്ടം തെറ്റിപ്പോയ വിവരം ഒപ്പമുള്ളവർ അറിഞ്ഞിരുന്നില്ല. ഇവർക്ക് മാനസികാസ്വസ്ഥ്യമുള്ളതായും പറയുന്നു. 1 വർഷം മുൻപ് ശാസ്താപൂവം ഉന്നതിയിലെ മാനസികാസ്വസ്ഥ്യമുള്ള വയോധിക വഴിതെറ്റി കാട്ടിലകപ്പെട്ടതിനെ തുടർന്ന് ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. TCV ന്യൂസ്, കൊടകര.